ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി പുളിയിഞ്ചി റെസിപ്പിയാണ്. ഇത് സദ്യ സ്പെഷ്യൽ റെസിപ്പി ആണെങ്കിലും നോർമലി ഊണിൻ്റെ കൂട്ടത്തിലായാലും കഞ്ഞിയുടെ കൂട്ടത്തിലായാലും കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായ ഒരു വിഭവമാണ്. അപ്പോൾ അതെങ്ങനെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി 2 കപ്പ് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 250 ml കപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ ലെമൺ സൈസ് പുളിയാണ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. 6 പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് ഇതേപോലെയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കുറുകി വരണം ഇതിന്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മൊത്തം 4 ടീസ്പൂൺ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് കടുക് കൂടി താളിച്ചിട്ട് കൊടുക്കാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും ഇതിലേക്ക് ഒരു പിഞ്ച് കായം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പുളിയിഞ്ചിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.